ഏജിങ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് കൂട്ടുകാരാണ് ഈ ഫൈൻ ലൈൻസും റിങ്കിൾസും അതുപോലെ തന്നെ ചുരുക്കമൊക്കെ നമുക്ക് കാണാറുണ്ട്. മൂക്കിന് ചുറ്റുമുള്ള കറുത്ത പുള്ളികളും അതുപോലെ കവിളുടെ രണ്ട് ഭാഗത്തായിട്ടൊക്കെ ഉള്ള കറുത്ത പാടുകളും. ഇതിനെ നമ്മൾ മെലാസ്മ അല്ലെങ്കിൽ മലയാളത്തിൽ കരിമങ്ങല്യം എന്നൊക്കെ പറയാറുണ്ട്. ഇത് ചിലപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജനറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, നല്ല രീതിയിലൊരു സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടുമായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും 40കളിലും 50കളിലും 60 വയസ്സിലുള്ള സ്ത്രീകളിലാണ് ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുകയും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി നിർത്തുന്നതാണോ നല്ലത്? നമ്മൾ ചുരുക്കെങ്കിലും കണ്ടിട്ടില്ല 50 വയസ്സിലും 40 വയസ്സുകളിലും ഒക്കെ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ അവർക്ക് ഉണ്ട് എന്നതിന് ഒരു സംശയമില്ല. അത് മാത്രമല്ല, നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൂടെ വരുത്തണം. ഈ ഒരു ഏജിലൊക്കെയാണ് ഒട്ടും സമയമില്ല, പല കാര്യങ്ങളിലായിട്ട് ബിസി ആയിട്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും പ്രോപ്പർ ഒരു സ്കിൻ കെയറിന് നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള യങ്ങായിട്ടുള്ള സ്കിൻ നിലനിർത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെയൊക്കെ അപ്പിയറൻസ്, അതായത് ഫൈൻ ലൈൻസിൻ്റെയും റിങ്കിൾസിൻ്റെയും കറുത്ത പാടുകളുടെയൊക്കെ അപ്പിയറൻസ് ഒരുപാട് കുറച്ച് ഒരുവിധം ക്ലിയർ സ്കിൻ നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൂടെ കുറച്ച് വ്യത്യാസം കൊണ്ടുവരണം എന്നുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അല്ല, ആദ്യത്തേതെന്ന് പറയുന്നത് നിർബന്ധമായി നമ്മൾ അരമണിക്കൂറെങ്കിലും ദിവസവും വ്യായാമത്തിന് വേണ്ടി മാറ്റി വെക്കണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ദിവസവും ഒരു 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറക്കം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ദിവസവും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഡയറ്റാണ്. ബാലൻസ്ഡ് ഡയറ്റായ, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ തന്നെ പ്രോട്ടീനും ഹെൽത്തി ഫാറ്റും അടങ്ങിയതായിരിക്കണം നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്റേണൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല ക്ലിയർ സ്കിൻ നിലനിർത്താനും കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും നല്ല ഇടതൂർന്ന മുടി വളരാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീനാണ്. ഇനി നമുക്കൊരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ SMC. എസ് എന്ന് പറയുന്നത് സൺസ്ക്രീനും, M എന്ന് പറയുന്നത് മോയ്സ്ചറൈസറും, C എന്ന് പറയുന്നത് ക്ലെൻസറും. ഈ 3 കാര്യങ്ങൾ മതി കേട്ടോ. അല്ലാതെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ ആവശ്യമൊന്നും ഇല്ല. ബേസിക് ആയിട്ട് നല്ല രീതിയിൽ ഒരു ക്ലെൻസർ തിരഞ്ഞെടുക്കുക, നല്ലൊരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക, പിന്നൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക. എൻ്റെ ഒരു പേഴ്സണലി മാത്രമല്ല, പൊതുവെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഓർഗാനിക് പ്രോഡക്ട്സ് ആയിട്ട് മാത്രം നിങ്ങൾ സ്കിൻ കെയർ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ക്ലിയർ സ്കിൻ നിലനിർത്താൻ നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ ഇന്റേണൽ ഹെൽത്തിനൊന്നും ബാധിക്കില്ല. അപ്പോൾ ഒരു നല്ലൊരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ കൂടെ വേണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു വ്യത്യാസം മൊത്തം വരുത്തിയാൽ മാത്രമേ ഞാൻ പറഞ്ഞതുപോലെ ഈ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നത് വഴിയുള്ള ഈ ഫൈൻ ലൈൻസും റിങ്കിൾസും മുഖത്തുള്ള കറുത്ത പാടുകളും മെലാസ്മയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് നോക്കിയാലോ. ഇതിൽ ഒരു ശരിക്കും കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ, എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത രീതിയിൽ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. മാർക്കറ്റിൽ പലതരത്തിലുള്ള മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ കാണുമായിരിക്കാം, പക്ഷെ അതിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്, ശരിക്കും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഫൈൻ ലൈൻസോ റിങ്കിൾസോ ഈ കറുത്ത പാടുകളോ ഒക്കെ ഏജിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ നോക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? സൈഡ് എഫക്റ്റും കാണും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തുടർന്ന് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കേണ്ടി വരും. അത് നമുക്ക് ഈയിടെയായിട്ട് തന്നെ ഒരുപാട് ആക്ടേഴ്സിൻ്റെ കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ, അത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുകയും അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നല്ല റിച്വൽ തന്നെ നമുക്ക് പറയാം പ്രോസസ്സ് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് കാണിക്കാം. 8 സ്റ്റെപ്പുകൾ അടങ്ങിയ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്നും യൂസ് ചെയ്യാമെന്നും ഞാൻ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ. അപ്പോൾ സീ യു.